യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 19:17 വാക്യമാണ്. ഒന്ന് കേൾക്കാം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കുവാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ആഗ്രഹമാണ് പറയുന്നത്, നിനക്ക് നാശം ഭവിക്കരുത്. നിന്റെ കുടുംബത്തിനോ നിന്റെ തലമുറയ്ക്കോ നിനക്കോ നാശം ഭവിക്കരുത്. അതിനിവിടെ പറയുകയാണ് ഓടിപ്പോവുക. എന്നാൽ സങ്കീർത്തനം 2 പറയുന്നു, നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3 പറയുന്നു, നശിച്ചു പോകാതിരിക്കുവാൻ യേശുവിനെ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നശിച്ചു പോകരുത്. ആമേൻ. ആമേൻ. പറയാണ്, നിനക്ക് നാശം സംഭവിക്കാതിരിക്കാൻ ഓടിപ്പോവുക. ആ വാക്യം ഇങ്ങനെ തുടരും, അവനെ പുറത്തു കൊണ്ടുവന്ന ശേഷം ചില വലിയ അനർത്ഥങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഇനി എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നല്ല. ഞാൻ അതിൽ നിന്നൊരു ഒരു ദൈവശബ്ദം നിങ്ങൾക്ക് തരികയാണ്. പുറത്തു കൊണ്ടുവരും ദൈവം, കേട്ടോ. അകപ്പെട്ടു പോയ ചില കുരുക്കിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരും. അകപ്പെട്ടു പോയ ചില കെണിക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരും. ചില മാനുഷിക ട്രാപ്പുകളുടെ അകത്ത് നിന്ന്, ചില ആസക്തിയുടെ അകത്ത് നിന്ന്, അടിമത്തത്തിൻ്റെ അകത്ത് നിന്ന്, ചില അഴുക്കായ ചില സാഹചര്യത്തിനകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. ചിലപ്പോൾ പാപത്തിനായിരിക്കാം, ലോകത്തിലായിരിക്കാം, ജഡത്തിലായിരിക്കാം, ഏതിനകത്താണെങ്കിലും ഇന്നത്തെ ഈ ദൂത് ഏറ്റെടുത്തോ, പുറത്തു കൊണ്ടുവരും. ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞു മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം, ലോത്തിനെ നശിക്കുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് നിങ്ങൾ ആ നിൽക്കുന്ന കടക്കിണിയിൽ നിന്നും പുറത്തു കൊണ്ടുവരും, കേട്ടോ. പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, ജീവരക്ഷയ്ക്കായി ഓടുക, പുറകോട്ട് നോക്കരുത്, പ്രദേശത്തൊന്നും നിൽക്കരുത്, നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ദൈവം നിങ്ങളോട് പറഞ്ഞ ആ ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കടം മാറുകയല്ല, കേട്ടോ. ഒരു വീട് വെക്കുകയല്ല. കടം മാറുകയോ വീട് വെക്കുകയോ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് തകർന്നു പോകും. നിങ്ങളുടെ ലക്ഷ്യം കർത്താവിൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അത് സംഭവിക്കും വരെയും നിങ്ങൾ ആത്മാവിൽ ചലിച്ചുകൊണ്ടിരുന്നോണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരിക്കും. പണമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പണം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം തീരും. ജോലിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം തീരും. സമ്പത്താണ്, അങ്ങനെ എന്താണെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീരും. എന്നാൽ നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ മഹിമാസന്നിധിയാണ്. കളങ്കമില്ലാതെ നിൽക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ സ്തോത്രം, നമ്മുടെ ഈ യാത്രകളിൽ വരുന്ന
ചെറുതോ വലുതായ ഒരു വിടുതലുകളിലും നമ്മൾ സ്റ്റക്കാകത്തില്ല, നശിക്കത്തില്ല. കർത്താവ് പറയുന്നു, കാണിക്കുന്ന പർവ്വതത്തിലേക്ക് ഓടുക. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം, ഒരു ഫിനിഷിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവൻ ആകുന്ന ആ ഫിനിഷർ, അവിടേക്ക് നോക്കി യാത്ര ചെയ്യുക. കർത്താവ് നിങ്ങളോട് പറയുന്നു, സ്തോത്രം, നിങ്ങൾ നശിക്കരുത്. അതുകൊണ്ട് കർത്താവിനെ തന്നെ ഫോക്കസ് ചെയ്ത് ജീവിതം നയിക്കുക. നിങ്ങളുടെ ലക്ഷ്യം കർത്താവിൻ്റെ അടുക്കലെത്തുകയും കർത്താവിൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിൽക്കുകയും ചെയ്യുന്നതായിരിക്കണം. ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആക്കുക. യെസ്, അതെല്ലാം ദൈവം നിങ്ങൾക്ക് വാരി കോരിത്തരും, വേണ്ടതെല്ലാം തരും. ധൈര്യമായിട്ടിരിക്കുക. ഭവനം, ജോലി, നന്മകൾ തരും. ഇന്നത്തെ ഈ കണ്ണുനീരൊക്കെ തോരും. എല്ലാം കർത്താവ് പരിഹരിക്കും. അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം അതും മറക്കരുത്, കർത്താവിൻ്റെ മഹിമാസന്നിധിയാണ്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ പല കിണികളിൽ നിന്നും, പല ട്രാപ്പുകളിൽ നിന്നും, പല കുരുക്കുകളിൽ നിന്നുമെല്ലാം ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവർ കടന്നുപോയ പ്രശ്നങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾക്ക് ഈ ലക്ഷ്യത്തെ പരിശുദ്ധാത്മാ അങ്ങ് നൽകിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവെ, ഞങ്ങൾ കർത്താവ് ലക്ഷ്യത്തിലേക്ക് നോക്കി, കർത്താവ് യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് വീഴാതെ വണ്ണം കർത്താവ് മഹിമാസന്നിധി നിർത്തുവാൻ കഴിവുള്ള ഞങ്ങളുടെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കർത്താവെ ഈ കുടുംബത്തെ ഞങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നൽകി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ഞങ്ങൾ ചിലയിടത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നു ഞങ്ങളുടെ ലക്ഷ്യം നീ കാണിച്ചു തരും. അവിടേക്ക് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതെ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റു പലതിലും ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾ സ്റ്റക്കാകും, ഞങ്ങൾ ഉപ്പുതൂണായി പോവും, ഞങ്ങൾ തകർന്നു പോകും. എന്നാൽ ദൈവം തന്ന ലക്ഷ്യത്തെ മാത്രം നോക്കി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കൃപ തരണമേ. ഈ മക്കളുടെ ജീവിതത്തിനകത്ത് അവർക്ക് ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ അവരുടെ ആവശ്യമല്ല അവരുടെ ലക്ഷ്യം. സ്തോത്രം. അത് ആവശ്യങ്ങൾ മാത്രമാണ്. ആ ആവശ്യങ്ങളെ നിവർത്തിക്കുന്ന ഞങ്ങളുടെ അത്ഭുതങ്ങളുടെ ദൈവത്തിനായി സ്തോത്രം. കർത്താവ് അവരുടെ ലക്ഷ്യം അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരട്ടെ. കർത്താവ് അത് കാണിച്ചു കൊടുക്കുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ അവരെ ആവശ്യമായി നിൽക്കുന്ന സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അവരുടെ ശരീരത്തിൽ ആവശ്യമായ വിടുതലുകളും നന്മകളും പുതിയ വഴികളും തുറക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരിലേക്കും ഈ സന്ദേശങ്ങൾ നിങ്ങൾ എത്തിക്കുക. കർത്താവിൻ്റെ കൃപ കൂടെയുണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.